നിശബ്ദത. നിശബ്ദത ഒരു വലിയ സമ്മാനമാണ്. ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ രണ്ടുപേർ തമ്മിൽ എല്ലാം പറയുന്ന നിശബ്ദത. പ്രണയത്തിലുണ്ടാകുന്ന നിശബ്ദത. ആ നിശബ്ദത എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പ്രണയത്തിലുണ്ടാകുന്ന നിശബ്ദത സമ്മാനമാണോ അതോ ശിക്ഷയാണോ? നമുക്കത് ഇന്നത്തെ കഥയിലൂടെ അറിയാം. നിങ്ങൾ കേൾക്കുന്നത് പ്രണയത്തിൻ്റെ കഥകൾ ബൈ അക്ഷയ് ധർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ധ്വനി ആപ്പിൽ. ഞാനിവിടെ ഉള്ളപ്പോൾ നീ എൻ്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണോ? നിനക്കറിയാലോ, നിന്റെ ഈ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന്. നിന്റെ ശബ്ദത്തോടെ എനിക്ക് പ്രണയമാണ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമാവുന്നുണ്ടല്ലേ? എൻ്റെ പ്രസൻസിൽ നിനക്കത്ര സന്തോഷമാവുന്നില്ലെന്ന് എന്തോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നീ എൻ്റെ ജീവിതത്തിൽ പ്രസൻ്റാണ്. അതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല. എനിക്കത് എല്ലാ കാലവും ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഞാൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നിന്റെ ഒപ്പം തന്നെ ഉണ്ടാകും. എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷയോ? പറ, കേക്കട്ടെ. നീ എൻ്റെ ശബ്ദത്തോട് കാണിക്കുന്ന ഈ സ്നേഹമില്ലേ, അതിന്ന് കുറച്ചെങ്കിലും ഈ എനിക്ക് തന്നാലേ അതിലും വലുതായിട്ട് എനിക്കൊന്നും വേണ്ട. കുറച്ചു മതിയോ? എൻ്റെ സ്നേഹം മൊത്തം നിനക്കുള്ളതല്ലേ? സംശയമുണ്ടോ? പിന്നെ നീ എന്നെ ഒരിക്കലും വിട്ടു പോവരുത് കേട്ടോ. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. പ്രണയത്തിന് വേണ്ടി ജീവൻ പണയത്തിലാകുമ്പോൾ മൈ മിസ്റ്റേക്ക്. പ്രണയത്തിന് വേണ്ടി ജീവൻ പണയത്തിലാകുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല സർ. നോട്ട് ഗോയിങ് ഗുഡ്. ജസ്റ്റ് ഗിവ് മീ 1 minute ബ്രേക്ക് സർ. സോറി. പ്രണയത്തിന് വേണ്ടി ജീവൻ പണയം വയ്ക്കുമ്പോൾ പ്രണയത്തിന് വേണ്ടി ജീവൻ പണയം വയ്ക്കുമ്പോൾ ആരാണെന്ന് പറയാവോ? എനിക്കറിയില്ലേ. ഇതെങ്ങനെ എപ്പോഴും ഞാൻ തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നേ? ഹൃദയമിടിപ്പിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ആണോ? അങ്ങനെയാണല്ലേ. ബൈ ദ വേ അക്ഷയ്, ഇന്നെന്താ ഒരു ടെൻഷൻ പോലെ? ഓൾ ഓക്കെ? അതിപ്പോ എന്താണെന്നറിയില്ല. സ്റ്റോറിയുടെ ക്ലൈമാക്സ് വന്നപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നില്ല. ഒരുപാട് തവണ ട്രൈ ചെയ്തു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ചിൽ യാർ, ഇറ്റ്സ് ഓക്കെ. ഐ നോ യു ആർ ഗ്രേറ്റ്. ഇപ്പൊ നീ വന്നില്ലേ, ഇനി ഞാൻ കലക്കും. ആണോ? ഞാൻ പെട്ടെന്ന് റെക്കോർഡിംഗ് ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാൻ പോവാലോ. ഇങ്ങ് വന്നേ. പ്രണയത്തിന് വേണ്ടി ജീവിതം പണയം വെക്കുമ്പോൾ ഒരു പ്രണയിനി അവളുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിനായി കൊലപാതകിയായേക്കാം. പ്രണയത്തിൽ അന്ധരായി പോകുന്നവർ ഏതൊക്കെ അതിർവരമ്പുകൾ ലംഘിക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആ പ്രണയിനിയുടെ പ്രണയം സത്യമാണോ അതോ മിഥ്യയോ? ഈ കഥയിലെ ശരിക്കുള്ള വില്ലൻ ആരാണ്? പ്രണയിനിയാണോ അതോ പ്രണയമോ? അതോ ഇതെല്ലാം അവളുടെ മനസ്സിന്റെ ഭ്രമമായിരുന്നോ? അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ഉത്തരങ്ങൾ അറിയാം. പ്രണയത്തിന്റെ കഥകൾ ബൈ അക്ഷയ് ധർ, ഓൺലി ഓൺ ധ്വനി ആപ്പ്. All right, it's done. Thank you. അക്ഷയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. പ്രണയത്തിന്റെ ആവേശത്തിൽ അതിരുവിടുന്നത് തെറ്റാണോ? അത്
ഒരാവേശത്തിൽ അതിരുവിടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ആരാർക്കു വേണ്ടി അതിരുവിടുന്നു, അതാണ് വിഷയം. വാവ്, അപ്പൊ ബേസിക്കലി നീ നരേറ്റർ അല്ല, എഴുത്തുകാരനാണെന്ന് തോന്നുന്നല്ലേ? അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എഴുത്തുകാരൻ പേന കൊണ്ടെഴുതും, ഞാൻ നാക്കുകൊണ്ടെഴുതും. അത് ശരി. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നാക്കുകൊണ്ട് മൈക്കിന്റെ മുന്നിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അതോ മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കല്ലേ? നമുക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. ആണോ? എനിക്ക് വലിയ ഉറപ്പില്ല. എങ്കിൽ ഞാൻ ആദ്യം നിനക്കത് കാണിച്ചു തരാം, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. അക്ഷയ്, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഇതെല്ലാം ഒരു സ്വപ്നമാണെന്ന്. നീ ശരിക്കും റിയൽ അല്ലേടാ? നിനക്കെന്നെ അറിയാൻ പറ്റുന്നില്ലേ? അതോ ഞാൻ വല്ല ഭൂതമാണെന്നാണോ നീ പറയുന്നേ? ഇപ്പൊ തന്നെ നോക്കി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ബെഡില് സ്നേഹത്തോടെ. അപ്പോൾ ഇത് സത്യമല്ലേ? ഇറ്റ്സ് റിയൽ. എനിക്ക് നിന്നെ ഇനിയും ഒരുപാട് അറിയണമെന്നുണ്ട് അക്ഷയ്. അക്ഷയ്, രാവിലെ തന്നെ ഇതെങ്ങോട്ടാ പോയേ? അക്ഷയ്, ചായ ഉണ്ടാക്കാൻ പോയതാണോ? അക്ഷയ് ബാത്റൂമിൽ കയറിയിരിക്കുവാണോ? ഇതെങ്ങോട്ടായി പോയേ? അക്ഷയ്, തമാശ കളിക്കല്ലേ? അക്ഷയ്, അകത്തിരിക്കുന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നേ. എന്തേത്? ആരാ അവിടെ? ആരാ? അക്ഷയ്, അക്ഷയ്, നീയാണോ അകത്ത്? എന്നെ അന്വേഷിക്കുകയാണോ? നിന്റെ ഹൃദയമെടുപ്പ് പോലെ ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? എന്നെ എന്തിനാ നീ പുറത്തേക്ക് അന്വേഷിക്കുന്നത്? നിന്റെ ഉള്ളിലേക്ക് നോക്ക്, എന്നെ കാണാൻ പറ്റും. നിന്നോട് തന്നെ ചോദിക്ക്, അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാകും. ഈ അക്ഷയുടെ ഒരു കാര്യം, റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? വെറുതെ എന്നെ വിഷമിപ്പിക്കുവോ? വൈകിട്ട് വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. നീയോ? പേടിച്ചോ നീ? ആ, ഞാൻ പേടിച്ചു. എന്തിന്? മണ്ടേ. എന്തിനാണെന്നറിയില്ലേ? ഞാൻ കരുതി രാവിലെ നീ എന്നെ ഇട്ടച്ച് പോയെന്ന്. ഇനി നീ എന്നോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഞാനിവിടെ തന്നെ ഉണ്ടായി. നീ കിടന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോ വിചാരിച്ചു നിന്നെ ഒന്ന് കളിപ്പിക്കാവെന്ന്. പോയേ. എന്നെ ഇങ്ങനെ കളിപ്പിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? ഇറ്റ്സ് നോട്ട് ഈവൻ ഫണി. പേടിച്ചോ? എന്ത് കാര്യത്തിനാ?
ഞാൻ ഉണ്ടെന്നുള്ള പേടിയാണോ അതോ? അതെ, എന്നെ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കാൻ നോക്കണ്ട. കുറച്ചു നേരത്തേക്കൊന്ന് അടങ്ങിയിരിക്കോ പ്ലീസ്? ഓൾ റൈറ്റ്. എൻ്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇപ്പം ഞാൻ മിണ്ടാതിരിക്കണം അല്ലേ? ഓക്കെ, ഇനി ഞാൻ ഒരക്ഷരം മിണ്ടില്ല. അക്ഷയ്, എന്നോട് പിണങ്ങിയിരിക്കല്ലേടാ. നിനക്കറിയാലോ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാനിങ്ങനെ പേടിക്കുമെന്ന്. ഇന്നാണെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ നിന്നെ അടുത്തൊന്നും കാണുന്നുമില്ല. കുറച്ചു നേരം കൊണ്ട് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയെന്നറിയോ? ഇനി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ തമാശയൊന്നും കാണിക്കരുത് പ്ലീസ്. ഓക്കെ മോളെ, ഇനി കാണിക്കില്ല. ഓൾ റൈറ്റ്. പ്രണയത്തിൽ എപ്പോഴും ഒരു ആവേശം ഉണ്ടാകും. ആവേശം കൂടിപ്പോയാൽ പ്രണയം അപകടമാകും. കട്ട് 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 കട്ട്. വാട്ട്? എക്സ്ക്യൂസ് മീ, ഹു ആർ യു? നിങ്ങളെ ആരും അകത്തേക്ക് കയറ്റി വിട്ടത്? ഹലോ, ഇവരെ ആരും അകത്തേക്ക് കയറ്റി വിട്ടത്? ഇവിടെ ആരും ഇല്ലേ? നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് എന്റെ അടുത്ത് ഇറക്കണ്ട. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. വാട്ട് നോൺസെൻസ്? ഐ ഡോണ്ട് നോ യു. ഹു ആർ യു? എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ല. നിങ്ങൾ ആരാണ്? പ്ലീസ് പുറത്തേക്ക് പോ, അല്ലെങ്കിൽ എനിക്ക് സെക്യൂരിറ്റി വിളിക്കേണ്ടി വരും. അക്ഷയ്, ആർ യു സീരിയസ്? ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് സാക്ഷി. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? യു ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട്. What rubbish? What's wrong with you? Security. Just shut up, okay? You just shut up. You shut up. ഇറങ്ങി പോ. You shut up. നിനക്കെന്താ വട്ടായോ അക്ഷയ്? Just get out. Just get out. Security. എവിടെ പോയി കിടക്കുവാണോ? നിനക്ക് ഭ്രാന്താണ്. നീ ഒന്ന് പോയേ, എനിക്കൊന്നും സംസാരിക്കാനില്ല. I'm sorry. I'm really sorry. സാക്ഷി, ആ സ്റ്റുഡിയോയിൽ വേറെ ആളുകൾ ഇങ്ങനെ കയറി വരുമായിരുന്നു. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പ്ലീസ് നീ എന്നോട് ക്ഷമിക്ക്. സോറി ഡാർലിംഗ്. എന്നെ നീ നാണം കെടുത്തിയില്ലേ? അതിനെ എന്ത് ചെയ്യും അക്ഷയ്? നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ എന്നെ വിട്ട് പൊയ്ക്കോ. ഇങ്ങനെ എന്നെ വേദനിപ്പിക്കരുത്. സാക്ഷി, നീ ഒന്ന് മനസ്സിലാക്ക പ്ലീസ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ എൻ്റർടൈൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെ മറ്റുള്ളവരോട് എനിക്ക് എങ്ങനെ നോ പറയാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് കുറച്ച് ഹാഷ് ആവേണ്ടി വന്നു. ഞാൻ സോറി പറഞ്ഞില്ലേ നിന്നോട്? ഐ എം സോ സോറി. നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ വിചാരിച്ചത് ഞാൻ നിനക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നെ വിട്ടേക്ക്. നീ ഇവിടെ നിന്ന് പോവാവോ? ഞാൻ ശരിക്കും ഇവിടുന്ന് പോകണമെന്നാണോ നീ പറയുന്നത്? ശരി, ഐ എം സോറി. നിക്ക്, എനിക്കറിയാം നീ എന്നോട് നുണ പറയല്ലെന്ന്. യു നോ ഐ ലവ് യു സോ മച്ച്. ഞാൻ എന്തൊരു മണ്ടിയാ. ഐ എം സോറി. ഐ ലവ് യു. അക്ഷയ്, നീ എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയില്ലല്ലോ അല്ലേ? നിന്റെ അടുത്തൊന്ന് പോയാൽ ഞാൻ ഇല്ലാതായി പോകും. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. പ്രോമിസ് മീ. മിസ് യു. അക്ഷയ്, ഐ ലവ് യു സോ മച്ച്. നീ എൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും പോകരുത്. ഒരിക്കലും ഒരിക്കലും പോകരുത്. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഹായ് അക്ഷയ്, ഇപ്പോൾ
നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെന്തിനാ നീ എന്നെ ഇഗ്നോർ ചെയ്യുന്നേ? വാട്ട്സ് റോങ് വിത്ത് യു? ലിസൺ മാം, നിങ്ങളെ എനിക്ക് യാതൊരു പരിചയവും ഇല്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. വൈ യു ആർ ഡൂയിങ് ദിസ്? എന്ത് നോൺസെൻസാ നീ പറയുന്ന അക്ഷയ്? കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമല്ലേ, എന്നിട്ട് എന്നെ പരിചയമില്ലെന്നാണോ നീ പറയുന്നേ? ഇതിനൊക്കെ എന്ത് റീസണാ നീ പറയാൻ പോന്നേ? ടെൽ മീ. ഒന്നിച്ച് ജീവിക്കുന്നു? ഓഫ് കോഴ്സ്. വാട്ട് ദ ഹെൽ മാം? എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. 2 മാസം കഴിയുമ്പോൾ എന്റെ കല്യാണമാണ്. മാഡം പ്ലീസ്, നിങ്ങളുടെ ഈ കളിക്ക് വേറെ ആളെ നോക്കണം. പ്ലീസ് ഡോണ്ട് ബി സോ സില്ലി. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്കാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ യു. പ്ലീസ് ഡോണ്ട് ഫോളോ മീ. അല്ലെങ്കിൽ എനിക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞേക്കാം. അക്ഷയ്, ഇതെന്തൊക്കെയാ പറയുന്നത് അക്ഷയ്? ഗെറ്റ് ലോസ്റ്റ്. അക്ഷയ്, ഞാൻ സാക്ഷി. അക്ഷയ്, അക്ഷയ്, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ ചതിക്കുകയാണല്ലേ? വിശ്വാസവഞ്ചകൻ. നീ വേറെ കല്യാണം കഴിക്കാൻ പോവാ, കറക്റ്റ്? അപ്പോൾ അതിനർത്ഥം ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? നിന്നെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നും ഞാൻ പൊസസീവാണെന്നും നിനക്കറിയാലോ. എന്നെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാളെയാ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് പറയുന്നു നീ വേറെ ആരെയോ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന്. നീ എന്ത് ചതിയനായിപ്പോയി അക്ഷയ്. നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. യു നോ വാട്ട്, ആളുകൾ പറയുന്നത് ശരിയാ. ഒരാളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഞാൻ എങ്ങനെയാ നിന്നെ എത്ര സ്നേഹിച്ചത്? ഐ ഡോണ്ട് നോ. ശരിക്കുള്ള പ്രണയം എങ്ങനത്തെയാണ്? പ്രണയത്തിന് വേണ്ടി നമ്മൾ മരിക്കുന്നതാണോ, അതോ പ്രണയത്തിന് വേണ്ടി ഒരാളെ കൊല്ലുന്നതാണോ? പ്രണയത്തിന്റെ നിർവചനം എല്ലാവർക്കും വേറെയാണ്. ചിലർക്കത് അറ്റൻഷനാണ്, ചിലർക്കത് സെക്സ്, ചിലർക്ക് ഇമോഷണൽ ഡിപ്പെൻഡൻസി, ചിലർക്കത് മരണവും. അവൻ എന്നെ ചതിച്ചിട്ട് വേറെ ആളുടെ അവൻ ഞാൻ സമ്മതിക്കില്ല. അത് പറ്റില്ല. അവൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിനി എന്ത് ചെയ്യും? എന്തു പറ്റി? എന്നോട് പിണങ്ങിയിരിക്കുക? ഇല്ല, എനിക്കൊരു പിണക്കമില്ല അക്ഷയ്. നീ വന്നില്ലേ, എൻ്റെ അടുത്ത് വന്നില്ലേ? അക്ഷയ്, നിനക്കെന്നോട് സ്നേഹമില്ലേ? പറ അക്ഷയ്, നിനക്കെന്നെ ഇഷ്ടമല്ലേ? നീ എൻ്റെ മാത്രമല്ലേ? നീ വേറെ കല്യാണം കഴിക്കില്ലല്ലോ. നീ എന്നെ മാത്രമല്ലേ കല്യാണം കഴിക്കൂ? അക്ഷയ്, നീ ശരിക്കും എൻ്റെ അല്ലേ? അക്ഷയ്, അക്ഷയ്, അക്ഷയ്. ഇതാ നോക്കിക്കോളൂ, ഞങ്ങളുടെ അടുത്ത് ലഹങ്കയുടെ കുറെ അധികം കളക്ഷൻസ് ഉണ്ട്. ഇതേ നോക്കിയേ, ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന കളക്ഷൻസാ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന തന്നെയാ. കളക്ഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതിന്റെ വേറെ കളർ ഉണ്ടോ? സാർ, ഞാൻ നോക്കി എടുത്തോണ്ട് വരാം. ഷുവർ. ഇത് നന്നായിട്ടുണ്ടല്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എക്സ്ക്യൂസ് മീ. അത് ശരി, അപ്പൊ ഇവളെയാണല്ലേ കല്യാണം കഴിക്കാൻ പോന്നേ? ലിസൺ, ദിസ് ഈസ് ഇനഫ്. പ്രിയ, ട്രസ്റ്റ് മീ, ഈ സ്ത്രീ ആരാണെന്നും എനിക്കറിയില്ല. ഇവരെന്തിനാ എന്റെ പുറകെ നടക്കുന്നതെന്നും എനിക്കറിയില്ല. റിയലി? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? ഞാനാ സാക്ഷി. യു ഷട്ട് അപ്പ്. വാട്ടെവർ. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണുങ്ങൾ ജീവിതത്തിൽ സക്സസ് ആയി കുറച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ അങ്ങ് ഇറങ്ങിക്കോളും അല്ലേ? അത് തന്നെ സംഭവം. ലാസ്റ്റ് ടൈം ഞാൻ ഇവർക്ക് വാർണിംഗ് കൊടുത്തതാ, ഇനി മേലാൽ എൻ്റെ പുറകെ നടക്കരുതെന്ന്. ട്രസ്റ്റ് മീ, ഐ ഡോണ്ട് നോ ഹെർ. ഇവൾ ആരാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. യു നോ അക്ഷയ്, ജസ്റ്റ് ഷട്ട് അപ്പ്. കീപ് യുവർ മൗത്ത് ഷട്ട്. യു ഷട്ട് അപ്പ്. നീ എന്നെ ചതിച്ചില്ലേടാ. നിന്റെ ശബ്ദം എനിക്ക് ജീവനായിരുന്നു അക്ഷയ്. പക്ഷെ ഇന്ന് നിന്റെ ശബ്ദം ഇല്ലാതാക്കാനാണ് ഞാൻ വന്നത്. എന്നെ പോലെ നീ ഇനി വേറെ ആരെയും ഒരിക്കലും ചതിക്കാൻ പാടില്ല. ഞാൻ പോലീസിനെ വിളിക്കാം. ആരുടെ ശബ്ദം ഇല്ലാതാവുന്നതെന്ന് നമുക്ക് നോക്കാലോ. ധൈര്യമായിട്ട് വിളിക്ക്, പ്ലീസ് വിളിക്ക്. സെക്യൂരിറ്റി വിളിക്ക്. നിന്നെ ഞാൻ ജീവനോട് വിടില്ലടാ. യു വെയിറ്റ് ആൻഡ് വാച്ച്. നിന്നെ ഞാൻ കൊല്ലുവാടാ.
ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. നീ എന്നെ ചതിച്ചില്ലേടാ, നീ എന്നെ ചതിച്ചില്ലേ, നീ എന്നെ ചതിച്ചില്ലേ, ഞാൻ നിന്നെ കൊല്ലും. പറയൂ മാഡം, അപ്പോൾ ഇതാണോ മാഡത്തിന്റെ വീട്? അതെ ഇൻസ്പെക്ടർ സാർ, ഇതാ എൻ്റെ വീട്. ഞാൻ ഇത് കണ്ടോ, ദാ അക്ഷയുടെ ഫോട്ടോ കണ്ടോ? ഇവന്റെ ഒപ്പം ഞാൻ ഇവിടെ ജീവിച്ചേ. ഈ വീട്ടിൽ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ജീവിക്കുക. ഇയാൾ നിങ്ങളൊപ്പം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ലഗേജസ്, സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? ആ ഉണ്ടല്ലോ, ദേ നോക്കിയേ. അയ്യോ ഇൻസ്പെക്ടർ സാർ, ലഗേജ് ഇവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയി കാണും. ഓഫ് കോഴ്സ് അകത്ത് കാണും സാർ. ഞാൻ സാറിനോട് നുണ പറയുന്നതല്ല. ഞാൻ നുണ പറയുന്നതെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമായിരുന്നു സാർ. ദേ ഇത് കണ്ടോ, ഇത് അവൻ്റെ ഫോട്ടോ അല്ലേ സാറേ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുമായിരുന്നു സാർ. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇവൻ എന്നെ ചതിച്ചു. അവന് വേറൊരുത്തിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. പക്ഷെ എന്ന് വെച്ച് ഞാൻ അവനെ കൊല്ലണമെന്നുണ്ടോ? അവനെ കൊന്നത് ഞാനല്ല സാർ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ സാർ, എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രണയം ഒരു വിഷമാണ്. അതിൻ്റെ എഫക്റ്റ് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അറിയില്ല. പക്ഷേ അല്പം അകന്നാൽ പോലും അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങും. ജീവനെടുക്കാൻ വരെ ശ്രമിക്കും. ഇന്നത്തെ എപ്പിസോഡോടുകൂടി നമ്മൾ ഈ പ്രണയത്തിന് വിട പറയുകയാണ്. നിങ്ങളിനി മറക്കരുത്, ദേ നോക്കിക്കേ സാറേ, പ്രണയം വിഷമാണ്. അത് നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ അറിയില്ല, അകന്നു നിൽക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കും. അതുകൊണ്ട് പ്രണയിക്കുമ്പോൾ നമ്മൾ പരസ്പരം അറിയുക. നമ്മൾ അല്പം അകന്നാൽ പോലും അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമായേക്കാം. ഇന്നത്തെ എപ്പിസോഡോടുകൂടി നമ്മൾ ആ പ്രണയത്തോട് വിട പറയാൻ പോവുകയാണ്. നിന്റെ ഓർമ്മകൾ മധുരമുള്ള ഒരു വേദനയാണ്. പറ, നീ വേറെ ആരെ കല്യാണം കഴിക്കില്ലല്ലോ? എന്നെയല്ലേ കല്യാണം കഴിക്കാൻ പോണേ? പറ അക്ഷയ്, നീ എൻ്റെ അല്ലേ? അക്ഷയ്, അക്ഷയ്, അക്ഷയ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റിന് പോലും നമ്മളെ സാർ, അകറ്റുവാനാകില്ല. ഞാൻ ഇവിടെ നിന്ന് ഇവരുടെ റിപ്പോർട്ട് വായിച്ചു. എനിക്ക് തോന്നുന്നത് എന്തോ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാ. അയാൾ ഇവരുടെ കൂടെ ജീവിക്കുകയാണെന്നാ ഇവർ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവര് അയാളെ കൊന്നത്. ഓക്കെ സാർ, ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് പോവാം. നമുക്ക് ഒരാളായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പോയിന്റ്മെന്റ്? ശരി, ഞാൻ വരാം. പക്ഷെ എന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വേണം ആ, സാർ. sure, അക്ഷയ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ ശരി, പോവാം. ശരി. നിന്നിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം കിട്ടുന്നത്. ഓ, ഈ ശബ്ദം കേട്ടിട്ട് അവൾക്ക് പ്രാന്തായതല്ലേ?